സീരീസാണ്. പൊതുവെ ഈ സിനിമ മുന്നോട്ട് പോകുന്ന ആശയം അതിന്റെ ത്രെഡ് ഇതിലൊരു കടുത്താണെങ്കിൽ അതിന്റെ സ്ക്രിപ്റ്റ് എല്ലാം റിലീസാണ് നമ്മുടെ കാര്യമാണ്. അതിന് പൊതുവായൊരു യൂണിക്നെസ് ഉണ്ട്. പക്ഷെ അതോടൊപ്പം ഒരു എല്ലാ ഡിഫറെന്റ് ആയിട്ടുള്ള സംവിധായകരെ വ്യത്യസ്തമായ തലമുറയാണ് വരുന്നത്. സാധാരണ സിനിമകളിൽ നിന്ന് മാറുന്ന തലമാണ്. അതിനെ പൊതുവെ നിങ്ങൾ എങ്ങനെയാണ് ഈ സിനിമ എല്ലാവർക്കും സഹായമുണ്ടാവില്ല വ്യത്യസ്തത എന്നോട് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ അഭിനയിച്ച സിനിമയുടെ ഒരു ഭാഗമായി മാത്രമേ ഉള്ളൂ. അതിന്റെ തുടർച്ചയായിട്ട് മറ്റ് സിനിമകൾ നടക്കുന്നുണ്ടെന്നുള്ള വീണ്ടും സാധാരണ എല്ലാവരെയും പോലെ അറിയാമെന്നല്ലാതെ ആ സിനിമകളിൽ നിന്ന് സംഭവിക്കുന്നു, ആ സിനിമ എങ്ങനെ ഷൂട്ട് ചെയ്യപ്പെടുന്നു, അതിന്റെ ഇതേ രീതിയാണോ ഫോളോ ചെയ്യുന്നത് ഒന്നും നമ്മൾ ചോദിച്ചിട്ടുമില്ല, ചോദിക്കാൻ ശ്രമിച്ചിട്ടില്ല, അറിയാൻ ശ്രമിച്ചിട്ടില്ല. കാരണം നമ്മളുടെ ജോലി, നമ്മൾ ഏൽപ്പിച്ച വർക്ക്, നമ്മൾ ആ ഒരു ലൊക്കേഷൻ, അതിന്റെ സൗന്ദര്യം ഒക്കെ ആസ്വദിച്ച് മുന്നോട്ട് പോകുക എന്നുള്ള രീതി തന്നെയാണ്. എല്ലാം കഴിഞ്ഞതിന് ശേഷം ഇനിയിപ്പം എല്ലാ പ്രേക്ഷകരെ പോലെയും നമ്മൾ ഈ 15-ാം തീയതി മറ്റുള്ള സിനിമകളൊക്കെ കാണാൻ വേണ്ടി ഇരിക്കുന്നു. എക്സാക്ട്ലി. ഞാൻ ആക്ച്വലി ആദ്യത്തെ പോസ്റ്റർ വന്നപ്പോൾ ഒരു ബൊക്കെ പോലെ ഉണ്ടായിരുന്നു അല്ലേ കാണാൻ. ശരിക്കും സച്ച് എ ബ്യൂട്ടിഫുൾ ബൊക്കെ പോസ്റ്റർ ഡിസൈൻ. പക്ഷെ മലയാള സിനിമയിൽ ഇതിന് മുമ്പ് നടന്നിട്ടുണ്ട് എന്നുള്ളതാണ്. ഇപ്പൊ ഇതിന് മുമ്പ് ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞത് ആൾക്കൂട്ടത്തിൽ തനിയേല് മോഹൻലാൽ സാറും മമ്മൂട്ടി സാറും രണ്ടുപേരും അഭിനയിക്കുകയാണ്. വളരെ വെൽ റിട്ടൺ ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് ആയിട്ട്. ഇപ്പം നമ്മളുടെ സിനിമ ഇൻഡസ്ട്രിയിൽ എപ്പോഴും കാണപ്പെടുന്നത് ഏത് തരത്തിലുള്ള സ്റ്റാർഡം ഉണ്ടെങ്കിലും കഥ നല്ലതാണെങ്കിൽ, സ്ക്രീൻ പ്ലേ നല്ലതാണെങ്കിൽ, ആ വിഷനുമായിട്ട് അലൈൻ ആണെങ്കിൽ ആക്ടേഴ്സിന് ഒരിക്കലും ആ ഒരു ഈഗോ പ്രശ്നം ഉണ്ടായിട്ടൊന്നും ചെയ്യാതിരുന്നിട്ടൊന്നുമില്ല. ഇപ്പം ഫോർ എക്സാമ്പിൾ പെട്ടെന്ന് നമുക്ക് തന്നെ ട്രാഫിക് എന്ന് പറഞ്ഞ സിനിമ റിലീസായ സമയം എനിക്ക് ഭയങ്കര കൃത്യമായിട്ട് ഓർമ്മയുണ്ട്. അതിൽ ആസിഫുണ്ട്, നിവിൻ ഗെയിം ഇൻ ദ വെരി എൻഡ് ഒരു ഷോർട്ടായിട്ട് അത് ശ്രീനിവാസൻ സർ, എല്ലാവരും അതിലൊരു ക്യാരക്ടറായിട്ട്, കുഞ്ചാക്കോ ബോബൻ, ഇവരെല്ലാവരും ഒരു ക്യാരക്ടറായിട്ട് അതിൽ ജീവിക്കാനാണ് വരുന്നത്. അവരവരുടെ ഞാൻ ഇന്ന ആക്ടറാണ് എന്നുള്ള സ്പേസ് ഉണ്ടാകും. ഇപ്പൊ MT വാസുദേവൻ സാറിന്റെ ഒരു ആന്തോളജിയിൽ ഒരു ഭാഗം, ഒരു ട്രിബ്യൂട്ടായിട്ടാണ് നമ്മൾ എല്ലാവരും കരുതുന്നത്. അറ്റ്ലീസ്റ്റ് ഐ ഹോപ്പ് ഐ ആം റൈറ്റ് ഇൻ സേയിങ് ദാറ്റ്. ഇങ്ങനത്തെ ഒരു അവസരം അങ്ങനെ എനിക്ക് ആദ്യം അശ്വസിച്ചിയുടെ കോള് വന്നപ്പോൾ ഞാൻ വേറെ ചോദ്യങ്ങളൊന്നും ചോദിച്ചിട്ടില്ല. ഇപ്പൊ യെസ്, ദർ ഇസ് നോ അതർ തിങ്. ലോജിസ്റ്റിക്കലി കുറച്ച് കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യാനുണ്ടായിരുന്നേ ഉള്ളൂ, അല്ലാതെ അതൊരു ഒരിക്കലും ഒരു നോ ആവില്ലായിരുന്നു. എനിക്ക് തോന്നുന്നത് നമുക്ക് എല്ലാവർക്കും അത് തന്നെയായിരിക്കും തോന്നിയിട്ടുണ്ടാവും. MT സാറിന്റെ വേൾഡ്സ് ദാറ്റ് ഹി ക്രിയേറ്റഡ്, അതിനെ പകരം വെക്കാൻ വേറെ ആരുമില്ല. അപ്പം അതിലൊരു അഭിനേത്രി എന്ന രീതിയിൽ അങ്ങനെ ഒരു ചാൻസ് കിട്ടുന്ന ഒരു വലിയ ബ്ലെസ്സിങ് ആണ്.